എവരിവൺ വെൽക്കം ബാക്ക്. എസ്ജിയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ യൂണിറ്റ് 6 ആണ്. യൂണിറ്റ് 6 2 ചാപ്റ്റേഴ്സേ ഉള്ളൂ. ഒന്ന് ഫോഗ് എന്ന് പറയുന്ന ചാപ്റ്ററും അതുപോലെ തന്നെ മിജ്ബിൽ ദ ഓട്ടർ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ആദ്യം ഇന്നത്തെ പോലെ നമ്മൾ പോകത്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ ആണ്. ഒരു കുഞ്ഞു പോമാണ്. കാൾ സാൻബർഗ് ആണ് ഈ പോം എഴുതിയിട്ടുള്ളത്. ഫോഗ് എന്നാണ് നമ്മുടെ പോത്തിന്റെ പേര്. ഫോഗ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്താണെന്ന് അല്ലെ. ഫോഗ് എന്ന് പറഞ്ഞാൽ മൂടൽ മഞ്ഞാണ്. മിസ്റ്റിൽ നിന്നും ചെറിയ വ്യത്യാസമുണ്ട് ഫോഗിന്. ഏതായാലും ഒരു മെറ്റഫറിക്കലായിട്ട് ഫോഗിനെ കാറ്റുമായിട്ട് ഒരു എക്സ്റ്റൻഡഡ് മെറ്റഫർ ആണ് ഈ ഒരു പോത്തിലുടനീളം നമ്മൾ കാണുന്നത്. ഈ പോത്തിന്റെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റഫറിക്കൽ എക്സ്റ്റൻഡഡ് മെറ്റഫർ അതുപോലെ തന്നെ ഫ്രീ വേഴ്സിലാണ് അത് എഴുതിയിട്ടുള്ളത്. പോയിന്റ്സ് ഒക്കെ ഓർത്ത് നോക്കണം. ഫ്രീ വേഴ്സ് ആണെന്ന് വെച്ചാൽ കൃത്യമായ റൈം സ്കീമോ കാര്യങ്ങളോ ഒന്നും ഇതിൻ്റെ അകത്തില്ല. ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. നേരെ നമുക്ക് പോത്തിന്റെ ഒരു സമ്മറിയിലേക്ക് വരാം. Fog is a very small poem. അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷനിലേക്ക് വരാം. Fog is a very small poem written by Carl Sandburg. Carl Sandburg എഴുതിയതാണ്. He has described the process of arrival of the fog into a city and the harbor. ഹാർബറിലേക്കും സിറ്റിയിലേക്കും ഈ ഫോഗ് വരുന്ന ആ ഒരു രീതിയെ അദ്ദേഹം എന്ത് ചെയ്തിരിക്കുകയാണ് നമ്മുടെ മുമ്പിലേക്ക് പറഞ്ഞു വെച്ചിരിക്കുക. ഇത്രയേ ഉള്ളൂ, കുഞ്ഞു പോം. ഓക്കെ, ഹി ഹാസ് വെരി ബ്യൂട്ടിഫുള്ളി കമ്പയർഡ് ഇറ്റ് ടു എ കാറ്റ്. വളരെ മനോഹരമായിട്ട് ഈ ഫോഗ് വരുന്നതിനെ ഒരു കാറ്റ് വരുന്നതുമായിട്ട് കാറ്റിനോട് കമ്പയർ ചെയ്തിരിക്കുകയാണ് പോയറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഈ കാൾ സാൻബർഗ് എന്ന് പറയുന്ന ആള്. ഓക്കെ, അപ്പോ നേരെ നമ്മുടെ പോയറ്റിക് ലൈൻസിലേക്ക് വരാം. രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെക്കണം. നിങ്ങൾ ഈ യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പം ഒരു ഹിൽ സ്റ്റേഷനിലേക്കൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, രാവിലെ നമ്മൾ പോകുന്ന സമയത്തുള്ള അല്ലെങ്കിൽ ഒരു ഉച്ചയ്ക്ക് നമ്മൾ പോകുന്ന സമയത്തുള്ളത് പോലെ രാവിലെ വൈകുന്നേരം വരുന്ന സമയത്ത് പതുക്കെ അവിടെയൊക്കെ എന്തായിട്ടുണ്ടായിരിക്കും, മൂടൽ മഞ്ഞുകൊണ്ട് മൂടിയിട്ടുണ്ടാവും അല്ലെ, അല്ലെങ്കിൽ ഈ പറയുന്ന ഫോഗ് അവിടെ ഇങ്ങനെ വന്നിട്ടുണ്ടാവും. ഈ ഒരു മൗണ്ടൻ റീജിയനിലൊക്കെ ഇത് കോമൺ ആണ്, ഹിൽ സ്റ്റേഷൻസിലൊക്കെ ഇത് കോമൺ ആണ്. പക്ഷെ ഇവിടെ അദ്ദേഹം പറയുന്നത് ഒരു ഹാർബറിൽ ഒരു ടൗണില് ഇത് വരുന്നതിനെ കുറിച്ചും അത് ഇങ്ങനെ ഒരു കാറ്റിനെ പോലെ ഇരുന്ന് കുറച്ചു നേരം അവിടെ ഹോൾഡ് ചെയ്ത് കുറച്ചു നേരം എല്ലാത്തിനെയും അതിന്റെ ഹോൾഡിലാക്കിയിട്ട് പിന്നീട് പതുക്കെ അതിങ്ങനെ ഒരു പൂച്ചയെ പോലെ തന്നെ പോകുന്നതാണ് ഈ ഒരു പോകത്തിലെ തീം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നേരെ പോകത്തിലേക്ക് വരാം. ദ ഫോഗ് കംസ് ഓൺ ലിറ്റിൽ കാറ്റ് ഫീറ്റ്. വായിച്ചു പറയാണ്. ദ ഫോഗ് കംസ്, ഫോഗ് എങ്ങനെയാ വരുന്നത്? ഓൺ ലിറ്റിൽ കാറ്റ് ഫീറ്റ്, കുഞ്ഞു പൂച്ചയുടെ കാലിൽ എന്ന് പറയുമ്പോൾ ഒരു പൂച്ച വരുന്നത് പോലെ പമ്മി പമ്മി വളരെ സോഫ്റ്റ് ആയിട്ട് എന്ന് വെച്ചാല് പയ്യെ പയ്യെ ശബ്ദം ഉണ്ടാക്കാതെ ആരും അറിയാതെ. മൂടൽ മഞ്ഞ് കംപ്ലീറ്റ് ആയി മൂടി കഴിഞ്ഞാലാണ് നമ്മൾ അറിയാം, അയ്യോ കംപ്ലീറ്റ് ആയി അല്ലെ. ആ ശബ്ദം ഒന്നും ഇടി വെട്ടുന്ന പോലെ മഴ പെയ്യുന്നത് പോലെ ഒന്നല്ല വരുന്നത്. സെറ്റ് അല്ലേ, മനസ്സിലായില്ലേ? നെക്സ്റ്റ്, ഇറ്റ്സ് ലുക്കിംഗ്. മൂപ്പര് അങ്ങനെ ഇരുന്നിട്ട് നോക്കും. പൂച്ച എങ്ങനെയാ? പൂച്ച പതുക്കെ നമ്മളടുത്ത് ഇങ്ങനെ വന്നിരിക്കും, എന്നിട്ട് ഇങ്ങനെ സറൗണ്ടിങ്സിലൊക്കെ ഇങ്ങനെ നോക്കും അല്ലെ. ഇതുപോലെയാണ് മൂടൽ മഞ്ഞെന്നോ അല്ലെങ്കിൽ ഫോഗ് എന്നാണ് ഓതർ പറയുന്നത്. ഇറ്റ്സ് ലുക്കിംഗ് ഓവർ ഹാർബർ സിറ്റി. ഹാർബറിനെയും അതുപോലെ അപ്പുറത്തുള്ള സിറ്റിയെയും ഒക്കെ അതിങ്ങനെ ഇരുന്ന് എന്ത് ചെയ്യാണ്, ഒന്ന് വാച്ച് ചെയ്തു. ഓക്കെ, എങ്ങനെ? ഓൺ സൈലന്റ് ഹഞ്ചസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഈ നമ്മുടെ കാലിലിരിക്കുക. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇരുന്നു കൊണ്ട് സൈലന്റ് ആയിട്ട് പൂച്ച എല്ലാത്തിനെയും ഒന്ന് എന്ത് ചെയ്യാണ്, വീക്ഷിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ആൻഡ് ദെൻ മൂവ്സ് ഓൺ. കഴിഞ്ഞ കുറച്ചു നേരമൊക്കെ നോക്കി ഇരുന്നിട്ട് പിന്നെ പൂച്ചയുടെ പോലെ പതുക്കെ എന്ത് ചെയ്യും, അങ്ങനെ നടന്ന് പോവാണ് മൂപ്പര് ചെയ്യുന്നത്. അവിടെ നിന്നും പോവാണ് ചെയ്യുന്നത്? നമ്മുടെ റെയിൻബോ ഒക്കെ പോകുന്നത് പോലെ ഫോഗ് അങ്ങനെ വലിയ നിലവിളിയും കരച്ചിലും ഒന്നും ഇല്ലാതെ അങ്ങ് ഇല്ലാതെയായി പോവുകയാണ് ചെയ്യുന്നത്. ഇത്രയുള്ളൂ, വളരെ ഈസി ആയിട്ടുള്ള ഒരു കുഞ്ഞു പോകമാണ് നമുക്ക് പഠിക്കാനുള്ള. ഫോഗ് എന്ന് പറയുന്നത് ഒന്ന് ഡീറ്റെയിൽസ് അവരിലേക്ക് നമുക്ക് ഒന്ന് വരാം. യെസ്, the poet says that the fog which is generally seen during the winter season is coming towards the city and the harbor is like a cat. ഒരു പൂച്ചയെ പോലെയാണ് പതുക്കെ അത് വരുന്നത്. This means that it is approaching the city in a very silent manner so that one can notice its arrival. Okay, so that no one can notice its arrival. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആർക്കും അത് വരുന്നുണ്ടെന്നോ അതിനൊരു ഇടിവെട്ടിന്റെ ശബ്ദമോ അല്ലെങ്കിൽ മഴ പെയ്യുന്ന പോലെയുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഒന്നും ക്രിയേറ്റ് ചെയ്യാതെ ആരും ശ്രദ്ധിക്കാതെ അതങ്ങനെ പെട്ടെന്ന് വരുന്നു, ഒരു പൂച്ചയെ പോലെ അതങ്ങനെ പോകുന്നു, ഇല്ലാതെയാവുന്നു. He has compared its arrival to that of a cat. Always enter a place silently. സാധാരണ പൂച്ചകളൊക്കെ പതുക്കെയാണ്, സൈലന്റ് ആയിട്ടാണ്. പൂച്ചയെ പോലെ പമ്മി പോവാന്നൊക്കെ നമുക്കൊരു പ്രയോഗം തന്നെയാണ് അല്ലെ. അപ്പൊ പതുക്കെയാണ്, പൂച്ചയെ പോലെയാണ് ആരും വരുന്നത്, ഫോഗും വരുന്നത് ഓതർ പറയുന്നു. Next he says that the fog has covered the whole city and harbor and it appears as if it's sitting on legs and looking around just the way a cat does while it hunches and looks around. ഒരു പൂച്ച ഇരുന്നിട്ട് അതിന്റെ കാലിൽ ഇരുന്നിട്ട് ഇങ്ങനെ പരിസരം വീക്ഷിക്കുന്നത് പോലെ തന്നെ ഈ ഹാർബറിന്റെ മേലെ അല്ലെങ്കിൽ ഈ പറയുന്ന ടൗണിന്റെ മേലെ ഒക്കെ മൂടി
മൂടിയിട്ട് മൂടൽ മഞ്ഞു എന്ത് ചെയ്യാണ്, അതിങ്ങനെ എല്ലാത്തിനെയും വീക്ഷിക്കുകയാണെന്നാണ് ഓഥർ പറയുന്നത്. ഓക്കെ, അറ്റ് ദ എൻഡ് ഹി എക്സ്പ്രസസ് ദ ഡിപ്പാച്ചർ ഓഫ് ദ ഫോഗ് വിച്ച് വെരി സൈലന്റ്ലി ടു ദ ഡിപ്പാച്ചർ ഓഫ് ദ കാറ്റ്. ഒരു കാറ്റിന്റെ ഡിപ്പാച്ചർ പോലെ തന്നെ വളരെ സൈലന്റ് ആയിട്ട് മൂപ്പർ എന്ത് ചെയ്യാണ്, പോവുകയും ചെയ്യണം. അപ്പൊ വന്നതുപോലെ തന്നെ ഇയാൾ എന്ത് ചെയ്യുന്നു, വളരെ കൂളായിട്ട് അല്ലെങ്കിൽ വളരെ സൈലന്റ് ആയിട്ട് മൂപ്പർ എന്ത് ചെയ്യാണ്, പോവുകയും ചെയ്യുകയാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുഞ്ഞു പോയം നമുക്ക് പഠിക്കാൻ. ഓക്കെ, ഇനി അതിനകത്തുനിന്നും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം. ഡസ് ദ പോയിന്റ് ആക്ച്വലി സേസ് ദാറ്റ് ദ ഫോഗ് ഇസ് ലൈക്ക് എ കാറ്റ്? ഡയറക്റ്റ് ആയിട്ട് കാറ്റിനെ പോലെ എന്ന് ഓഥർ പറയുന്നുണ്ടോ എന്നാണ് ചോദ്യം. കറക്റ്റ്, ഡയറക്റ്റ് ആയിട്ട് ഓഥർ പറയുന്നുണ്ടോ ഇത് കാറ്റിനെ പോലെയാണ് എന്ന് പറയുന്നുണ്ടോ? ഇല്ല, ഡയറക്റ്റ് ആയിട്ട് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അത് അങ്ങനെയാണെന്ന് പറയുന്നില്ല. പിന്നെയോ ദ പോയിന്റ് ഡസ് നോട്ട് ആക്ച്വലി സേസ് എന്ന് വെച്ചാൽ ലൈക്ക് ഉപയോഗിച്ചിട്ട് എന്ന പോലെ എന്ന് അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. ലൈക്ക് ഉപയോഗിച്ചിട്ട് പറയുമ്പോഴല്ലേ നമ്മൾ അതിനെ എന്തൊന്നും വിളിക്കില്ലേ, എന്താ വിളിക്കുക, സിമിലി എന്ന് വിളിക്കും അല്ലെ. പക്ഷെ ഇവിടെ ലൈക്ക് ഒന്നും ഉപയോഗിച്ചിട്ട് ഓഥർ എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. The poet does not actually says that the fog is like a cat, but he uses the metaphor of the cat for a comparison. മെറ്റഫറിക്കലി ആണ് അദ്ദേഹം കാറ്റുമായി ഇതിനെ കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, അദ്ദേഹം 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. 3 things that tells us the fog is like a cat. It comes silently like a cat on its small feet. It looks over like a cat. It sits on its haunches like a cat. റെഡി അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ അവിടെ നമ്മൾ ഈ പോയത്തിന്റെ അകത്ത് എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കാനുണ്ട്. നമ്മൾ പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഫ്രീ വേഴ്സസിലാണ്. അതുപോലെ തന്നെ 6 ലൈൻസിലുള്ള ഒരു കുഞ്ഞു പോവമാണ്. 6 ലൈൻസിലുള്ള ഒരു കുഞ്ഞു പോവമാണ്. അതിനെ 2 ആയിട്ട് നമ്മൾ എന്തുണ്ട്, സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. എക്സ്റ്റെൻഡഡ് മെറ്റഫർ ഇതിനകത്തുണ്ട്. ഡസന്റ് ഹാവ് എ റൈമിംഗ് സ്കീം, ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് ഇൻ ഫ്രീ വേഴ്സ്. Then what the poet uses the metaphor of a cat to describe the fog. Okay, that's it. 3 ആണ്. അപ്പോൾ 3 കംപ്ലീറ്റ് ആയി, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സോ ഇതിനപ്പുറത്തേക്ക് ഒന്നും ഇല്ല. ഓക്കെ, അപ്പൊ അത് സെറ്റ് ആയി വിചാരിക്കുന്നു. ഓക്കെ, മിച്ച്ബിൽ ദ ഓട്ടർ ഇസ് അവർ സെക്കൻഡ് ചാപ്റ്റർ. മിച്ച്ബിൽ ദ ഓട്ടർ ഇസ് റിട്ടൺ ബൈ ഗാവൻ മാക്സ്വെൽ. ഗാവൻ മാക്സ്വെലിന്റെ ആണ് ഈ ഒരു ചാപ്റ്റർ. നമുക്ക് നേരെ അതിന്റെ സമ്മറിയിലേക്ക് വരാം. ഇൻട്രൊഡക്ഷൻ എന്താണെന്ന് നോക്കാം. The story is a true account of Gavin Maxwell describing his experience of adopting and raising an otter. ഒരു ഓട്ടർ, അതിന് പേരിട്ടു അദ്ദേഹം, മിച്ച്ബിൽ എന്ന് പേരിട്ട് അദ്ദേഹത്തിന്റെ ഓട്ടറിനെ അദ്ദേഹം എടുത്ത് വളർത്തുന്നതാണ് ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. ഇതൊരു ട്രൂ സ്റ്റോറിയാണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ ലൈഫിലുള്ള. The narrator explores the bond between human and animals and highlights Mitchbill's playful, curious and mischievous nature. ഒരു ഹ്യൂമൻ ബീയിങ്ങും അതുപോലെ തന്നെ ആനിമലും തമ്മിലുള്ള ഒരു ക്ലോസ് ബോണ്ടിങ്ങിനെ കുറിച്ചാണ് ഈ ഒരു സ്റ്റോറി പറയുന്നത്. അതിൽ ഈ മിച്ച്ബിൽ എന്ന് പറയുന്ന ഈ ഒരു ഓട്ടറിന്റെ പ്ലേഫുൾനെസ്, അതുപോലെ കളി തമാശകൾ, ക്യൂരിയോസിറ്റീസ്, തന്നെ അതിന്റെ വികൃതികൾ, മിസ്റ്റീവിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ. ഇനി അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു, ശേഷം ഭാഗത്തേക്ക് വരാം. മാക്സ്വെൽ ഡിസൈഡ്സ് ടു കീപ് ആൻ ഓട്ടർ ആസ് എ പെറ്റ് ആഫ്റ്റർ ലൂസിംഗ് ഹിസ് പെറ്റ് ഡോഗ്. പോയിന്റ്സ് ആയിട്ടാണ് ഞാൻ തന്നിട്ടുള്ളത്, ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ നോക്കാം. ആദ്യത്തെ പോയിന്റ്, ഇദ്ദേഹം മാക്സ്വെൽ നമ്മുടെ ഓഥർ, നറേറ്റർ എന്ന് തീരുമാനിക്കുകയാണ്, ഒരു പാറ്റിന് വേണം എനിക്ക്. ഡോഗിനെ മിസ്സായിട്ടുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ലോസ് ചെയ്ത് അദ്ദേഹത്തിന്റെ ഡോഗിന് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടതിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്യാണ്, ഒരു പെറ്റിനെ കീപ്പ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ആ പെറ്റ് അദ്ദേഹം ഇത്തവണ കീപ്പ് ചെയ്യുന്ന ആരാണ്, ഒരു മിച്ച്ബിൽ ദ ഓട്ടർ എന്നെയാണ് കീപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഓട്ടറിനെയാണ് അദ്ദേഹം കീപ്പ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഓട്ടർ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം. While in Iraq, his friends suggest he get an otter from the Tigris മാർഷസിൽ നിന്നും അദ്ദേഹത്തിന് ഒരു ഓട്ടറിനെ കിട്ടുമെന്ന് അദ്ദേഹത്തിന്റെ ഇറാഖിലുള്ള സുഹൃത്തുക്കൾ അദ്ദേഹത്തോട് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മിച്ച്ബിൽ is brought to him in a sack initially, shy and hesitant. അദ്ദേഹത്തിന്റെ ഒരു ചാക്കിലാണ് ആദ്യം ഈ ഒരു മിച്ച്ബിലിനെ പിടിച്ചു കൊണ്ടിരുന്നത്. ആദ്യമൊക്കെ അത് എന്തായിരുന്നു, ഏതൊരു മൃഗവും ആദ്യമൊക്കെ നമ്മുടെ പുതിയ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഉണ്ടാകുന്നത് പോലെ ഒരു ഷൈനസും, ഒരു എന്താ പറയാ, ഷൈനസും അതുപോലെ തന്നെ വിമുഖതയൊക്കെ അതിനകത്തുണ്ടായിരുന്നു. അതിന് ഹെസിറ്റന്റ് ആയിരുന്നു. ഓക്കെ, നമ്മളോടൊക്കെ ഇടപഴകാനൊക്കെ ഭയങ്കര മടി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി എന്താ നെക്സ്റ്റ് വൺ, അഡ്ജസ്റ്റ്മെന്റ് ആൻഡ് ബോണ്ടിങ്. ഇതിന്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളാണ്. എന്താണ്, മിച്ച്ബിൽ ക്വിക്ലി അഡാപ്റ്റ്സ് ടു ഹിസ് ന്യൂ എൻവയോൺമെന്റ് ആൻഡ് സ്റ്റാർട്ട്സ് എക്സ്പ്ലോറിംഗ് ഇറ്റ്സ് സറൗണ്ടിങ്. പെട്ടെന്ന് തന്നെ അഡ്ജസ്റ്റ് ആയി അതിന്റെ എൻവയോൺമെന്റിനെ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. ഓക്കെ, നെക്സ്റ്റ്, ദ ഓട്ടർ ഡിസ്പ്ലേസ് എ പ്ലേഫുൾ ആൻഡ് ഇന്റലിജന്റ് പേഴ്സണാലിറ്റി. ഭയങ്കര ബുദ്ധി സാമർത്ഥ്യമുള്ള ഒരു പ്ലേഫുൾ ആയിട്ടുള്ള, ഭയങ്കര ആക്റ്റീവും അതുപോലെ തന്നെ എൻഗേജ്ഡ് ആവാൻ താല്പര്യമുള്ള ഒരു ക്യാരക്ടറായിരുന്നു നമ്മുടെ ഓട്ടറിന്. ഓക്കെ, ഷോയിങ് ക്യൂരിയോസിറ്റി അബൌട്ട് എവറിഥിങ്. എല്ലാത്തും എക്സ്പ്ലോർ ചെയ്ത് എല്ലാത്തെയും കുറിച്ച് അറിയാനൊക്കെ ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള ഒരു ആനിമൽ. എസ്പെഷ്യലി വാട്ടർ, പ്രത്യേകിച്ചും എന്തിൽ എക്സ്പ്ലോർ ചെയ്യാനാണ് മൂപ്പർക്ക് താല്പര്യം, അതിന്റെ നേച്ചർ അങ്ങനെയാണ്, വെള്ളത്തിൽ അല്ലെ. മിച്ച്ബിൽ ലവ്സ് ടു പ്ലേ വിത്ത് വാട്ടർ, സ്പ്ലാഷിംഗ് അറൌണ്ട് ദ ബാത്റൂം ഇൻ ദ ബാത്റൂം ആൻഡ് ക്രിയേറ്റിംഗ് സ്മോൾ സ്ലൈഡ്സ്. ചെറിയ സ്ലൈഡ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് എന്താ പറയുക, ഒലിഞ്ഞും വെള്ളത്തിൽ ഇങ്ങനെ ചെറിയ കുഞ്ഞുങ്ങളെ പോലെ എന്താ പറയാ,
ബാത്റൂമിലൊക്കെ പോയിട്ട് വെള്ളത്തിൽ ഇങ്ങനെ കളിക്കാനായിരുന്നു മിജ്ബലിനും ഭയങ്കര ഇഷ്ടം. ഓക്കെ, നൗ ട്രാവലിംഗ് ടു ലണ്ടൻ. അദ്ദേഹത്തിന് തൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടതുണ്ടായിരുന്നു. മാക്സ്വെൽ ഡിസൈഡ് ടു ടേക്ക് മിജ്ബൽ ടു ഇംഗ്ലണ്ടിലേക്ക് അദ്ദേഹത്തിന്റെ പെറ്റിനെയും കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു. ഡ്യൂറിംഗ് ദ ഫ്ലൈറ്റ് മിജ്ബൽ ട്രാവൽസ് ഇൻ എ ബോക്സ് വിച്ച് ഹി മാനേജസ് ടു ബ്രേക്ക് ഓപ്പൺ കോസിങ് ഷവേഴ്സ് ഓൺ ദ ഫ്ലൈറ്റ്. അപ്പം ഇത് എങ്ങനെ കൊണ്ടുപോകും? ഭയങ്കര റിസ്ക് ആണ് ഫ്ലൈറ്റിൽ ആനിമൽസിനെ കൊണ്ടുപോകാന്നല്ലേ. അവിടെ ഒരു എപ്പിസോഡൊക്കെ നടക്കുന്നുണ്ട്, അതെ ഈ ഒരു ഫ്ലൈറ്റിൽ എങ്ങനെ മാനേജ് ചെയ്യുന്നു കൊണ്ടുപോകാൻ എന്നൊക്കെ. അപ്പൊ അത് ഏതായാലും നമ്മൾ സമറൈസ് ചെയ്ത് പറയുമ്പോൾ മൂപ്പര് ഇതിനൊരു പെട്ടി ഉണ്ടാക്കി ആ പെട്ടിക്കകത്ത് ഇതിനെ കയറ്റി, പക്ഷെ ആ പെട്ടി പൊട്ടിച്ച് ഫ്ലൈറ്റിന്റെ അകത്തൊരു വലിയ ഒരു ചാവസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. കുറച്ച് ആളുകളൊക്കെ വെപ്രാളപ്പെട്ടു, കാലിനടി കൂടി ഇയാൾ ഓടാൻ തുടങ്ങി, ഇയാൾക്കാണെങ്കിൽ പിടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കുറച്ച് എപ്പിസോഡ്സ് ഒക്കെ അവിടെ ഉണ്ട് അല്ലെ. Despite this, Mitchell's captivates everyone with his charm. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അതിന്റെ ഒരു ചാംനെസ്, അതിന്റെ ഒരു സ്മാർട്ട്നെസ്സോ അല്ലെങ്കിൽ അതിന്റെ ഒരു പ്ലേഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എല്ലാവർക്കും അതിനോടൊരു എന്താ പറയാ ഇഷ്ടമുണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ലൈഫ് ഇൻ ലണ്ടൻ. മിജ്ബിലാണത് becomes a center of attention in London due to his unusual presence as an author. ഒരു ഓട്ടർ എന്ന നിലയ്ക്ക് അല്ല, അതിനേക്കാൾ കുറച്ചുകൂടി സാമർഥ്യമുള്ള അല്ലെങ്കിൽ അതിന്റെ പ്ലേഫുൾനെസ് ഒക്കെ കണ്ടിട്ട് അവിടെ അതിന് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സ്വീകാര്യതയാണ് ലണ്ടനിൽ അതിന് കിട്ടുന്നത്. ഓക്കെ, പീപ്പിൾ മിസ്റ്റേക്ക് ഹിം ഫോർ വേരിയസ് ആനിമൽസ്. ആളുകൾക്ക് മനസ്സിലാവുന്നില്ല ഓട്ടർ ആണോന്ന്. ആളുകൾ അതിനെ പലതായിട്ടാണ് കാണുന്നത്. ചില ആളുകൾ പറയുന്നു ഇറ്റ്സ് ലൈക്ക് എ സീൽ, ഓക്കെ, ഓർ എ സ്കിറൽ ഡ്യൂ ടു ദേ ആർ അൺഫെമിലിയർ വിത്ത് ഓട്ടേഴ്സ്. കാരണം ഓരോ ലാൻഡ്സ്കേപ്പിൽ ഓരോ ജിയോഗ്രഫിക്കൽ ഏരിയാസിലും ഓരോരോ ആനിമൽസ് ആയിരിക്കും ഉണ്ടാവുക, പ്രാദേശികമായിട്ടുള്ള ഒരു ആനിമൽസ് ഉണ്ടാവും. അപ്പോൾ ലണ്ടൻകാർക്ക് അത്ര ഫെമിലിയർ അല്ല ഈ ഓട്ടർ. അപ്പോൾ അവർ ഇങ്ങനെ അതിനെ കാണുന്ന സമയത്ത് ഓരോന്നായിട്ട് പറയാണ്. അപ്പോൾ നമ്മൾ ഫോക്സിനെയൊക്കെ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, തെറ്റായിട്ട് പറയാറുണ്ട്. ചില ഡോഗ്സിനെ കാണുമ്പോൾ ഡോഫ് ആയിട്ടുള്ള വാല് തടിച്ച ഡോഗ്സിനെ കാണുന്ന സമയത്ത് നമ്മൾ പറയുന്നത് പോലെ. ഓക്കെ, ഏതായാലും ഇവിടെ ആളുകൾ അതിനെ വേരിയസ് അതർ ആനിമൽസുമായിട്ട് മിസ്റ്റേക്കിംഗ്ലി അവർ അതിനെ സീലെന്നോ സ്ക്വിറൽ എന്നൊക്കെ വിളിക്കാറുണ്ട്. ദെൻ ദ സ്റ്റോറി ഹ്യൂമറസ്ലി ക്യാപ്ചേഴ്സ് പീപ്പിൾസ് ക്യൂരിയോസിറ്റി ആൻഡ് മിസ്കൺസെപ്ഷൻ അബൌട്ട് മിജ്ബിൽ. ഈ സ്റ്റോറിക്കകത്ത് ഭയങ്കര തമാശയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആളുകളുടെ എന്താ പറയുക പീപ്പിൾസ് ക്യൂരിയോസിറ്റി ആൻഡ് മിസ്കോൺസെപ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റിദ്ധാരണകൾ അല്ലെ, അല്ലെങ്കിൽ നമ്മളൊരു തെറ്റായിട്ട് ധരിച്ചു വെക്കുക എന്തിനെ കുറിച്ചിട്ട്, മിജ്ബിൽ എന്ന് പറയുന്ന ഈ ഓട്ടറിനെ കുറിച്ചിട്ട് ആളുകൾക്ക് ആ ഒരു തെറ്റിദ്ധാരണകളെ കുറിച്ചൊക്കെ പറഞ്ഞാണ് ഈ ചാപ്റ്റർ എന്ത് ചെയ്യുന്നത്, സ്റ്റോറി അവസാനിക്കുന്നതും. ഓക്കെ, അപ്പൊ ഇതൊരു നറേഷൻ ആണ്, ഓതർ നറേറ്റ് ചെയ്യാണ് അദ്ദേഹത്തിന്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, ആളുകളുടെ ഒരു സാധനത്തോടുള്ള ആളുകളുടെ ഒരു പ്രെജുഡിസ് അല്ലെങ്കിൽ ജഡ്ജ്മെന്റ്, മിസ്കോൺസെപ്ഷൻ, അതൊക്കെയാണ് ഇതിനകത്ത് എന്ത് ചെയ്യുന്നത് ഹ്യൂമറസ്ലി ക്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ തീം മെസ്സേജിലേക്ക് വരാം. ദ സ്റ്റോറി ഹൈലൈറ്റ്സ് ദ ബോണ്ട് ബിറ്റ്വീൻ ഹ്യൂമൻ and animals, showing how trust and affection can bridge differences between സ്പീഷീസ്, വർഗ്ഗങ്ങൾക്കിടയിൽ സൗഹാർദ്ദവും സ്നേഹവും വളർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പറയുന്നത് പോലെ ഹ്യൂമൻ ബീങ്സിന് എത്രത്തോളം നമുക്ക് ആനിമൽസിനോട് ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കാൻ പറ്റും അല്ലെങ്കിൽ അവരെ കെയർ ചെയ്യാൻ പറ്റും എന്നതൊക്കെ നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്. ദർ ഈസ് എ റിവാർഡ് ഫോർ വാട്ടർ, ഹെൽപ്പിംഗ്, ഗിവിങ് ഫുഡ് ടു ആൻ ആനിമൽ അല്ലെ. അപ്പോൾ അവരോട് കമ്പാഷനേറ്റ് ആയിട്ട് കാണിക്കുന്നതിലൂടെ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരു ബോണ്ട്, ഒരു നല്ല ബോണ്ട് ഈ ആനിമൽസുമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നത് നറേറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഇറ്റ് ഓൾസോ അണ്ടർസ്കോർസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് വാട്ടർ ഇൻ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റെസ്പെക്ടിങ് വൈൽഡ് ലൈഫിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതും അതിനെ റെസ്പെക്ട് ചെയ്യുന്നതിന്റെയും ഇമ്പോർട്ടൻസിനെ കുറിച്ച് എന്ത് പറയുന്നുണ്ട്. മാക്സ്വെൽ portrays Mitchell not just as a pet but as a companion, reflecting the joy and challenges of raising an unusual animal. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നത് അത് ഒരു ജസ്റ്റ് ഒരു പെറ്റായിട്ട് മാത്രമല്ല മിജ്ബിലിനെ അദ്ദേഹം കാണുന്നത്, ഒരു കമ്പാനിയൻ ആയിട്ട്, അദ്ദേഹത്തിന്റെ ലൈഫിലെ ഒരു കമ്പാനിയൻ ആയിട്ടാണ് അദ്ദേഹം കാണുന്നത്, ഒരു ഫ്രണ്ട് ആയിട്ട് ആണ് കാണുന്നത് അല്ലെ. അതിന്റെ കൂടെ തന്നെ അദ്ദേഹം ഒരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്, ഇതിലുണ്ടാവുന്ന അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു പെറ്റിനെ എടുത്ത് വളർത്തുന്ന സമയത്ത് ഉണ്ടാവുന്ന ജോയ്, അതുപോലെ തന്നെ ചലഞ്ചസ്. ഓക്കെ, ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള ആനിമൽ എന്ന് വെച്ചാൽ ഒരു ഡോഗിനെ വളർത്തുന്ന സമയത്ത് അത്ര പ്രശ്നമില്ല, കാരണം ഇറ്റ്സ് എ യൂഷ്വൽ ആനിമൽ അല്ലെ. പക്ഷെ ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു വൈൽഡ് ആനിമലിനെ പിടിച്ച് വളർത്തുന്ന സമയത്ത് ഉണ്ടാകുന്ന ചലഞ്ചസിനെ കുറിച്ച്, ജോയിനെ കുറിച്ചൊക്കെ ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, വളരെ രസകരമായിട്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് ഈ ഒരു ചാപ്റ്റർ. കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2024-25 ചോദിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഡസ് ദ ഇഗ്നോറൻസ് അബൌട്ട് മിജ്ബിൽ ആസ് എ ക്രിയേച്ചർ ഇൻ ദ urban environment of London reveals insights about people's perception and knowledge regarding animals? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ലാസ്റ്റിലേക്കുള്ള ഭാഗവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലെ. നെക്സ്റ്റ്, വൈ ഡസ് മാക്സ്വെൽ സേ ദാറ്റ് ദ ഹെയർ ഹോസ്റ്റസ് വാസ് ദ വെരി ക്വീൻ ഓഫ് എ കൈൻഡ് എന്ന് വെച്ചാൽ ആ ഒരു ഫ്ലൈറ്റ് എപ്പിസോഡ് ഉണ്ടല്ലോ, ലണ്ടനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉള്ള സമയത്ത് അവിടെ ഉണ്ടാവുന്ന അത് ഇറങ്ങി ഓടുന്നതും ചാവ്സ് ഉണ്ടാവുന്നതും കാര്യങ്ങളൊക്കെ. അപ്പൊ അവിടെ ശരിക്കും അയാളെ സപ്പോർട്ട് ചെയ്ത അയാളുടെ എയർ ഹോസ്റ്റസ് എന്ന് പറയുന്ന ക്യാരക്ടറിനെ അദ്ദേഹം പോർട്രേ ചെയ്യുന്നുണ്ട്.
അതുമായി ബന്ധപ്പെട്ടിട്ടാണ് 2019 ഒരു ക്വസ്റ്റ്യൻ പോകുന്നത്. നെക്സ്റ്റ് 2022 വന്നത് Mitchell and the tiger both were looked after by humans. Assume they both meet each other in the zoo and have a conversation about their lifestyles and feelings. Okay, now write this conversation as per your understanding of Mitchell the otter and the tiger in the zoo. You may begin like this. The tiger: thanks for visiting me. Thought of me. Though I don't usually like visitors. Mitchell: oh, I would love visitors, I think. അപ്പോൾ രണ്ട് ക്യാരക്ടേഴ്സ് അല്ലെ, നമ്മുടെ ടൈഗർ ഇൻ ദ സൂ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ചാപ്റ്ററിലെ ടൈഗറും അതുപോലെ തന്നെ നമ്മുടെ മിജ്ബിൽ ഓട്ടറിലെ മിജ്ബിലും അല്ലെങ്കിൽ ഈ ഓട്ടറും തമ്മിലുള്ളൊരു കോൺവെർസേഷൻ ആണ്. രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എൻവയൺമെന്റിൽ ജീവിച്ച് വളർന്ന ആൾക്കാരാണ്. അപ്പോൾ അത് നിങ്ങൾ റിഫ്ലക്ട് ചെയ്യണം ഈ ഒരു കോൺവെർസേഷൻ്റെ അകത്ത്. ഇതാണ് അവർ എന്ത് ചെയ്യുന്നത് ചോദിക്കുന്നത്. സോ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് പോയിന്റ്സ് നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്നുണ്ടോ, അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തുനിന്ന് നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ടെക്സ്റ്റിൻ്റെ അകത്തുനിന്നും വേണ്ടത് എന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. എന്നിട്ട് അതിനെക്കുറിച്ചൊന്ന് റിസർച്ച് ചെയ്യണം ചാപ്റ്ററിലേക്ക് പോയിട്ട്. ഓക്കെ, ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ ഈ പറഞ്ഞിട്ടില്ല. ചാപ്റ്ററിൽ ഒരുപാട് കാര്യങ്ങൾ ജസ്റ്റ് സമ്മറൈസ് ചെയ്യാൻ നിങ്ങളൊന്ന് ബ്രഷപ്പ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ടും ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതിന് എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾക്ക് അഡീഷണലി വേണ്ടത്, അത് അവിടെ പോയിട്ട് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഈ രണ്ട് ചാപ്റ്റേഴ്സ് ഉള്ള യൂണിറ്റ് 6 ആണ് നമ്മളന്ന് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ചാപ്റ്റർ നമ്മുടെ പോം ഒന്ന് വായിച്ചു നോക്കണം നിർബന്ധമായിട്ടും. അതുപോലെ തന്നെ ടെക്സ്റ്റ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് വായിച്ചു നോക്കൽ നിർബന്ധമാണ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് ചാപ്റ്ററുമായിട്ട് കാണാം. താങ്ക് യു.